ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് സിമ്പിളായി വൈറ്റ് പീസും കൂടി ചേർത്ത് ദോശയുടെയും ചപ്പാത്തിയുടെയും എല്ലാം കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു വൈറ്റ് പീസ് മസാല റെഡിയാക്കാം. വൈറ്റ് പീസും കൂടി ചേർത്ത് മസാലക്കറി ഉണ്ടാക്കുമ്പോഴേക്കും ദോശയുടെയും ചപ്പാത്തിയുടെയും എല്ലാം കൂടെ കഴിക്കുമ്പോൾ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന മസാലക്കറിയേക്കാളും നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതിനായിട്ട് ഞാനിവിടെ 1/2 കപ്പ് വൈറ്റ് പീസാണ് എടുത്തിട്ടുള്ളത്. ഇത് ഓവർനൈറ്റ് ഒന്ന് സോക്ക് ചെയ്ത് വെച്ചതാണ്. ഇതാദ്യം നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. നമുക്കിത് കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് 2 പൊട്ടാറ്റോ കട്ട് ചെയ്ത് വെച്ചത് ചേർത്ത് കൊടുക്കാം. ഒരു ക്യാരറ്റ് കട്ട് ചെയ്ത് വെച്ചതാണ്. 4 പച്ചമുളക് കട്ട് ചെയ്ത് വെച്ചതും ഒരു പീസ് ഇഞ്ചി ചതച്ച് വെച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. പച്ചമുളകെല്ലാം ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്ക് എരിവിനനുസരിച്ച് കൂട്ടിയും കുറച്ച് എടുക്കാം. ഇതിലേക്ക് അല്പം വേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് മുകളിൽ നിൽക്കുന്ന അത്രയും വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇപ്പം എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി 2 വിസിൽ ഹൈ ഫ്ലെയിമിലും 3 വിസിൽ ലോ ഫ്ലെയിമിലും വരുത്തി നന്നായി തന്നെ ഇതൊന്ന് വേവിച്ചെടുക്കാം. കറിയും താളിച്ചെടുക്കാം. അതിനായിട്ട് ഇപ്പോൾ ഒരു പാൻ വെച്ച് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഇപ്പോൾ പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലോട്ട് 5 വെളുത്തുള്ളി കട്ട് ചെയ്ത് വെച്ച് ചേർത്ത് കൊടുക്കാം. രണ്ട് സവാള കട്ട് ചെയ്ത് വെച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായി തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവാളയും വെളുത്തുള്ളിയും എല്ലാം നന്നായി തന്നെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഈ സമയം നമുക്ക് കുക്ക് ചെയ്ത് വെച്ച വൈറ്റ് പീസും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ പീസെല്ലാം നന്നായി തന്നെ വെന്ത് വരണം. അപ്പോഴാണ് നമുക്ക് കറി നല്ല തിക്നെസ്സോടെ നല്ല ടേസ്റ്റോട് കൂടി കിട്ടുന്നത്. ഇപ്പോൾ കറി നല്ല തിക്നെസ്സോട് കൂടിയിട്ടാണ് ഇരിക്കുന്നത്. ഇതിലോട്ട് ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ചൊന്ന് ലൂസാക്കി എടുക്കാനായിട്ടാണ്. ഞാനൊരല്പം ഉപ്പ് കൂടെ ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് കുറവുണ്ടെങ്കിൽ നോക്കിയിട്ട് ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇതിലോട്ട് കുറച്ച് വേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കറി നന്നായി തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയം ഇതിലോട്ട് 1/4 ടീസ്പൂൺ ഗരം മസാല പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കറി ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ വൈറ്റ് പീസ് മസാല ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഈ ഒരു കറി ചപ്പാത്തിയുടെയും ദോശയുടെയും കൂടെ മാത്രമല്ല, അപ്പത്തിൻ്റെയും നൂലപ്പത്തിൻ്റെ കൂടെയും നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.